തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതിയുടെ കൈ അമ്മാവൻ വെട്ടിമാറ്റി. കിളിമാനൂർ സ്വദേശി സിന്ധുവിന്റെ കൈയാണ് വെട്ടിമാറ്റിയത്. സംഭവത്തിൽ ഒളിവിൽ പോയ അമ്മാവൻ മണിക്കുട്ടനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. സാരംഗ് സുധാകരനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാരംഗ്, എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിൽ കൈ വെട്ടിമാറ്റുന്ന തരത്തിലേക്കൊക്കെ സാഹചര്യം എത്തിയത് എന്തിനെ തുടർന്നാണ്? അഭിലാഷ്, ഈ ഒരു വിഷയം, അതായത് ഈ സിന്ധുവുമായി ഈ മണിക്കുട്ടന് ഇതിനു മുൻപ് തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സിന്ധു വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്തടക്കം ഈ ഒരു മണിക്കുട്ടൻ ഉപദ്രവിക്കുകയും ഒപ്പം കാറ്റ് തുറന്നു വിടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിന്റെ തുടർന്ന് ഒരു മുൻവൈരാഗ്യത്തെ തുടർന്ന് മറ്റ് പല പ്രശ്നങ്ങളും ഇവർ തമ്മിലുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സിന്ധുവിനെ ആക്രമിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇന്ന് രാവിലെ കുട്ടിയെ ട്യൂഷനിൽ വിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇപ്പോൾ വാഹനം പാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ച് ഈ മണിക്കുട്ടൻ ഈ സിന്ധുവിനെ ആക്രമിക്കുകയും കൈക്ക് ഗുരുതരമായി പരിക്കുകയും, ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. കൈ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. തുടർന്ന് ജീവൻ രക്ഷാർത്ഥം അയൽ വീട്ടിലേക്ക് സിന്ധു ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്ന് ഈ അയൽവാസികളും വീട്ടുകാരും കൂടിയാണ് ഇവരെ രക്ഷിച്ച് കിളിമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തത്. അവിടെ വെച്ച്, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അടിയന്തരമായി സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാത്രമല്ല, ഈ ഒരു മണിക്കുട്ടന് വേണ്ടി പോലീസ് ഇപ്പോൾ ഊർജിതമായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഉടൻ തന്നെ രക്ഷപ്പെട്ട മണിക്കുട്ടനെ പിന്നീട് പോലീസ് ഇപ്പോൾ തിരയുകയാണ്. ഇതിനു മുൻപും, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനു മുൻപും ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പാർക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന് കേടുവരുത്തുക, ഒപ്പം കാറ്റ് അഴിച്ചുവിടുക തുടർന്ന ഉപദ്രവങ്ങൾ സിന്ധുവിന് നേരെ ഉണ്ടായിട്ടുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ അല്ല മറ്റു പല പ്രശ്നങ്ങളും ഇതിന്റെ പിന്നിലുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്ന് തന്നെയായാലും ഇപ്പോൾ സിന്ധു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.